അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ഗോപിക 8B. ഞാൻ ജഹീന 9E. ആധുനിക സമൂഹത്തിന്റെ കൂടെപ്പിറപ്പെന്ന പോലെ കണ്ടുവരുന്ന രോഗമാണ് ക്യാൻസർ. നമ്മുടെ ഇന്ത്യയിൽ ഓരോ വർഷവും ക്യാൻസർ ബാധിതരായി തീരുന്നവരുടെ എണ്ണം 10 ലക്ഷത്തിന് മുകളിലാണ്. നമ്മുടെ ജീവിതശൈലിയോ റേഡിയേഷൻ മൂലമോ പാരമ്പര്യമായ അസുഖങ്ങൾ കാരണമോ വൈറസുകൾ മൂലമോ ഇതുണ്ടാകാം. ആദ്യകാലങ്ങളിൽ ഇതിന് ശരിയായ ചികിത്സാരീതികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം വളർന്നു. ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും ക്യാൻസറിൽ നിന്ന് വിമുക്തരാകാം. ക്യാൻസറിനെ കുറിച്ച് പൊതുജനതയെ ബോധവാന്മാരാക്കാനായി 2014 മുതൽ നവംബർ 7 ദേശീയ അർബുദ ബോധവൽക്കരണ ദിനമായി ആചരിച്ചു വരുന്നു. അർബുദ ബോധവൽക്കരണ പ്രഭാഷണം നടത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ പാലിയേറ്റീവ് മാതൃകാ കേന്ദ്രം ഡയറക്ടറായ ഡോക്ടർ സുരേഷ് കുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ക്യാൻസറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ഇത്രയൊക്കെ പുരോഗതി ഉണ്ടായിട്ടും ഇന്നും ക്യാൻസർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന ഒരു രോഗമാണ്. ലോകത്ത് ആകെയുള്ള പുരുഷന്മാരിൽ 5-ൽ ഒരാൾക്കും സ്ത്രീകളിൽ 6-ൽ ഒരാൾക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചികിത്സിച്ചു ഭേദമാക്കാവുന്ന ക്യാൻസറുകളുടെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പലതരം ക്യാൻസറുകളും നമുക്ക് ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ചികിത്സ കൊണ്ട് മാറ്റം വരാത്ത ഒരുപാട് ക്യാൻസറുകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം മനുഷ്യനെ ഇത്രയധികം പേടിപ്പിക്കുന്നത്. ചികിത്സക്ക് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല എന്ന സ്ഥിതിയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് രോഗം വരാതിരിക്കാൻ എന്താണ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയുമാണ്. ക്യാൻസറിന്റെ കാര്യത്തിൽ ക്യാൻസർ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ധാരാളം ധാരണകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പുകയില ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പുകവലിയായാലും മുറുക്കാനായാലും പുകയില ഉപയോഗിച്ചുള്ള ഹാൻഡ്സ് പോലെയുള്ള പദാർത്ഥങ്ങളായാലും പുകയിലയുടെ ഉപയോഗം പരിപൂർണമായി ഉപേക്ഷിക്കണം. പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലിക്കാത്ത ഒരാളേക്കാൾ, അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന ഒരാൾക്ക് പുകയില ഉപയോഗിക്കാത്ത ഒരാളേക്കാൾ ക്യാൻസർ വരാനുള്ള സാധ്യത 5 ഇരട്ടിയിലധികമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാന കാര്യം ഭക്ഷണകാര്യമാണ്. ആരോഗ്യകരമായ ഭക്ഷണം എന്നാണ് പറയുക. ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രധാന കാര്യം ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് കൊഴുപ്പ് കലർന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെ കുറക്കുക, കഴിയുന്നതും ഉപേക്ഷിക്കുക. പൊണ്ണത്തടി, നമ്മൾ അമിതമായ ശാരീരിക ഭാരം കൂടുന്നത് നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പൊണ്ണത്തടി ഒഴിവാക്കുന്നതിന് ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, സ്ഥിരമായ വ്യായാമം ഇതിന് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ സ്ഥിരമായ വ്യായാമം എന്ന് നമ്മൾ പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം എന്നാണ് പറയുക. അരമണിക്കൂർ എന്നത് ഏറ്റവും ചുരുങ്ങിയതാണ്. അതിൽ കൂടുതൽ വ്യായാമം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള വളരെ ആരോഗ്യകരമായ ശീലങ്ങൾ, ജീവിതശൈലി, പുകയിലയുടെ ഉപയോഗം ഒഴിവാക്കുക, ഭക്ഷണക്രമത്തിൽ വളരെ മെച്ചപ്പെട്ട ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, സ്ഥിരമായ വ്യായാമം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ ക്യാൻസർ ഉണ്ടാവുന്നത് വളരെ കുറക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സൂര്യപ്രകാശം അധികം കൊള്ളുക എന്നത്
ക്യാൻസറിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ വിദേശികളുടെ നമ്മുടെ വെള്ള നിറത്തിലുള്ള തൊലിയിലെ സൂര്യപ്രകാശം വരുമ്പോൾ കൊള്ളുമ്പോൾ അത് ക്യാൻസറിന് കാരണമാവുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ഒരു വലിയ പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമുക്കൊരു ശ്രദ്ധ വരികയും നമ്മൾ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്താൽ നമുക്ക് ഈ ഒരു അസുഖത്തെ, അതായത് വന്നു കഴിഞ്ഞ് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ക്യാൻസറിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ പാലിയേറ്റീവ് മാതൃകാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ. CV രാമൻ അഥവാ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ. ശാസ്ത്രലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ CV രാമൻ വേറിട്ട സംഭാവനകൾ ലോകത്തിനു നൽകി. അതിൽ പ്രധാനപ്പെട്ടതാണ് രാമൻ ഇഫക്റ്റ്. 1888 തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ ജനിച്ച രാമന്റെ ജന്മദിനമാണ് നവംബർ 7. ഇന്നീ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അതുല്യ സംഭാവനകളെ സ്മരിക്കുന്നു. ക്യാൻസറിനെതിരെയുള്ള യുദ്ധത്തിൽ ലോകത്തിന് ഊർജം നൽകിയത് റേഡിയം എന്ന മൂലകത്തിന്റെ കണ്ടെത്തലാണ്. ഇത് കണ്ടെത്തിയത് രസതന്ത്ര ശാസ്ത്രജ്ഞയായ മേരി സ്ക്ലോഡോസ്ക ക്യൂരി എന്ന മേരി ക്യൂരിയാണ്. മേരി ക്യൂരിയുടെ പല കണ്ടെത്തലുകളും ലോകത്തെ വിസ്മയിപ്പിച്ചു. ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലും നോബൽ സമ്മാനം കരസ്ഥമാക്കിയ മേരി ക്യൂരി മാത്രമാണ് ലോകത്ത് 2 നോബൽ സമ്മാനം നേടിയ ഏക വനിത. 1867 നവംബർ 7 പോളണ്ടിൽ ജനിച്ച മേരി ക്യൂരിയുടെ ഈ ജന്മദിനത്തിൽ ലോകം ആദരവോടെ ഇവരുടെ കണ്ടെത്തലുകളെ ഓർക്കുന്നു. കർണാട്ടിക് സംഗീതത്തിൽ വയലിൻ നാദം കൊണ്ട് വിസ്മയം തീർത്ത കലാകാരൻ TN കൃഷ്ണൻ ഈയിടെ നവംബർ 2 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. The rivers of Babylon, there we sat down, there we will. നാം ഭാഷ പഠിക്കുന്നത് എന്തിനാണ്? ആശയവിനിമയം എന്ന ലക്ഷ്യം സാർത്ഥകമാകുന്നത് ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങളെ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആർജിക്കുമ്പോഴാണ്. ആഗോള ഭാഷയായ ഇംഗ്ലീഷിലെ വിവിധ വ്യവഹാര രൂപങ്ങളെയും അവയുടെ ഉപയോഗ രീതിയെയും ലളിതമായി പരിചയപ്പെടുത്തുന്നു നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ശ്രീമതി ജയ ജോസ്. Good morning to all. Today we are going to see some discourses for high school classes. For the SSLC examinations, a major portion of questions come from this area. So I think we must be aware of the features of different discourses. Some of them are review, write-up, narrative, character sketch, diary, letter, notice, newspaper report, conversation, speech, paragraph writing, etc. Have a look at these discourses. Write-up and review. Normally, students are confused with these two. How to write them, what are the differences, etc. A clear difference between a write-up and a review is that a write-up explains things, but a review critically evaluates and judges things. Write-up can be approached in 2 ways.
First one, expression of our own ideas on a subject matter. And second one, an explanation of what we see in others' creations. Have a look at the features of a write-up. It should have a suitable title and start with a striking point. You can start the write-up with a striking point. Then, sequential arrangement of relevant points. Use simple and clear sentences and conclude the write-up with an acceptable personal opinion or suggestion. Coming to review. A review, as already told, is our critical evaluation of works like film, books, play, etc. created by others, expressing its merits and demerits. It is the reviewer's study, assessment and evaluation of the matter reviewed in an approving or disapproving manner with the author or creator. Features of a review. It should have a title. Then it has a striking beginning and ending. A review should identify and introduce the work and the theme. It should express the reviewer's critical observations and evaluation about the work reviewed. Now the next discourse, narrative. A narrative is a spoken or written account of connected events. It is a story or report of events, real or imaginary, presented in a sequence. For your examinations, questions can be asked for retelling the story or changing the perspective of the narrative from one person to another. Points to remember when you write a narrative. Give a suitable title. Keep an effective opening and ending. Organize the events in sequence and express the message properly. Describe the settings clearly. Use variety of sentences and appropriate language. Then, next one is character sketch. Sometimes a question can be asked for preparing a character sketch of a character from any of your textbook lesson. Remember these points while writing a character sketch. Recall the text, that is the story, and identify the author. Then start with the name of the character. Then describe the role and importance of the character in the story, just like main character, supporting character, one of the major characters, etc. The next one, describe the character's appearance, dressing style, like well-dressed, strangely dressed, etc. Then about the appearance, handsome, good-looking. Then about the hairstyle, complexion, like fair, dark, etc. Then you can mention the profession of the character also. And the next feature, present the personality traits like manners, behavior, values, likes, dislikes, etc. For that you can use words like lazy, dedicated, hardworking, clever, foolish, etc. Then the last one, about the character's relationship with other characters in the story. For example, cooperative, cruel, helping others, and because of this, people like or dislike the character, etc. And you can quote details from the story to substantiate your views. Then the next discourse, diary. A diary is meant to express a person's thoughts and feelings like happiness, sorrow, excitement, surprise, etc. Being an account of a person's activities of a day, it should be done at the end of the day. Points to remember in a diary writing. Day and date, sometimes time too, at the top of the diary. Then, thoughts and feelings in simple and short sentences. Avoid lengthy sentences. Use of simple past tense form of the verb. Then keeping first person narration, as it is a person's narration about himself. Then coming to the next discourse, notice making. There are 9 components or 9 features for a notice. First one is name of the institution or organization or authority that conducts the program. And it will be there in your question paper.
Second one is a heading proclaiming the subject of the notice. The third one, a suitable salutation with regard to the type of the audience. For example, if it is a public program, salute the public like a ladies and gentlemen. Then fourth one is introduction. Here we have to introduce the subject matter. For example, a film festival, a seminar, etc. Then the fifth one is date, time and venue of the event. The sixth one, invitation. Invite the audience to the program using words like welcome, you are invited, etc. And seventh one, program details. And it is the official part of the program like inauguration, chief guest, felicitation, etc. Then the eighth one, date and place of the notice issuance. And not to be confused with the date of the program. It is the date of issue of the notice. Date and place of the issue of the notice. Then the last one, signatory of the notice issuing authority like a clubs, schools, etc. Coming to the next discourse, newspaper report or news report making. So the 5 components are headline, a compact and attractive one. Then second one is byline. It includes the reporting date and reporting authority either by name or designation below the headline. Then as the third part, a place line. Here the place of the incident happened is mentioned and it is placed at the beginning of the lead paragraph. Fourth one is the lead. That is the main news. After place line, put a colon and start the lead news. The first sentence is the elaboration or expansion of the headline. And the last one, the body. The news in detail. Here, arrange the sentences in the order of their importance. The most relevant ones followed by the least ones. Quotations, if necessary, can be included. Coming to the next one, conversation. Normally, 2 kinds of questions will be there with regard to conversation. First one is constructing conversation between 2 textual characters, and second one, conversation completion. It is to test the comprehension of grammatical items like question tags and other question forms, constructions like had better, would rather, etc. And here we have a look at the construction of conversation. The characters are from the textbook lessons but may be placed in a different or imaginary context. Then the things to be noted down while writing it. First one, start and end with a suitable wish. Then use apt and natural sentences touching the core of the subject asked in the question. As per the context, formal or informal expressions in short sentences or fragments are to be used, emphasizing the spoken English style. Approximately 6 exchanges of dialogues are desirable. That for the time being, let me stop here. Thank you all. ആശയവിനിമയത്തിനു വേണ്ടി ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വിവിധ വ്യവഹാര രൂപങ്ങളെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ശ്രീമതി ജയ ജോസ്. ഇതാ അതിലൊന്നായ റിവ്യൂ അവതരിപ്പിക്കുന്നു 10 ജിഫ്ഷ ജാബിർ. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമയുടെ റിവ്യൂ ആണ് ജിഫ്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. കേൾക്കൂ. Hello everyone. Today I'm here to present the review of the movie Children of Heaven. Children of Heaven, one of the best Iranian film directed by Majid Majidi, which portrays the love between 2 siblings. And it is one of those rare films that not only I want to talk about, but everyone else who has seen it seems to be raving about. It is simply a story about a predicament faced by 2 children and the naive but very believable strategies they use to circumvent the problem. It is a credulous, incredible storytelling of a young brother and sister in Tehran and the adventurous saga around one very important pair of sneakers. The film is directed in such a way that it is from the point of view from a child. In the world of children, small gestures and simple activities take on great meaning. Majid Majidi unravels these with careful attention. A perilous encounter with an angry schoolmaster, a moment of enchantment blowing bubbles,
a time of panic when a sneaker falls in an active sewage drain, and the soothing comfort of cooling feet in the courtyard pond. The film is about a boy named Ali who loses his sister's shoes. He takes them to the cobbler for repairs, and on the way home when he stops to pick up vegetable for his mother, a blind trash collector accidentally carries them away. Of course, the boy is afraid to tell their impoverished parents because of the hardship it would cause, and thus the children decide to share the boy's one pair of sneakers. Also, his sister named Zara wants to know how she is supposed to go to school without shoes. It clearly shows the miserable life of the small, loving family. Amazingly, a whole movie is constructed around this ruse and the additional troubles it provokes. Children of Heaven, which is Iran's selection for Best Foreign Film at the Film Academy Awards, is an heart-touching movie mainly because anyone in this world can relate to the topic of family and showing love to each other no matter the living circumstances. The movie is a sheer delight from start to finish, and it proves that poverty is unobtrusive in front of love. And the movie is winsome, poignant, life-affirming, and moral. Heart-wrenching scenes of the siblings trading off shoes in the alley, more drama than one might expect. This is an excellent film that successfully depicted the sad plight of the poverty-ridden family and provokes the viewers to know more about the insight of the universal problem. In the midst of poverty, their movie affirms life, love, family, perseverance, and compassion, and is only marred by 2 mild obscenities. The poverty that is at the heart of the situation is in prominent relief, yet there is a happiness about their lives that defies sheer glows. Here is a brother and sister who truly love each other and are bonded by their complicity. Their hard lives are relieved by such things as playing with the bubbles they create with the soap as they wash the workaholic sneakers. It's pregnant, but not unhappy. An important moral, that is, why do we teach our kids to see through things before they even learn to see them is also demonstrated. Their spunk and ingenuity will likely keep them afloat, as will their families' love and devotion. Thank you. നമസ്കാരം, ഞാൻ ആദിത്യ രാജൻ. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിൽ ഡിസംബർ 8-നും, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഡിസംബർ 10-നും, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 14-നും തിരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബർ 16-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം സക്രയ്ക്ക്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സക്രയ്ക്ക്. ബോണ്ട് താരം ഷോൺ കോണറി അന്തരിച്ചു. ജെയിംസ് ബോണ്ടിനെ ആദ്യമായി വെള്ളിത്തിരയിൽ എത്തിച്ച നടൻ ഷോൺ കോണറി അന്തരിച്ചു. ഷോൺ കോണറി ഓസ്കാർ നേടി. PSC വഴി സാമ്പത്തിക സംവരണം ഒക്ടോബർ 23 മുതലുള്ള വിജ്ഞാപനങ്ങൾക്ക്. ഒക്ടോബർ 23-ന് പ്രാബല്യത്തിലുള്ള വിജ്ഞാപനം മുതൽ സാമ്പത്തിക സംവരണം അനുവദിക്കാൻ PSC തീരുമാനിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന 2 വിജ്ഞാപനങ്ങളുടെ അപേക്ഷാ തീയതി നവംബർ 14 വരെ ദീർഘിപ്പിക്കും. ഹരിഹരന് JC ഡാനിയേൽ പുരസ്കാരം. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയേൽ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ഹരിഹരനെ. പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി. 1965-ൽ മദ്രാശിയിലെത്തി ഛായാഗ്രാഹകൻ U രാജഗോപാലിനൊപ്പം പരിശീലനം നേടിയ ഹരിഹരൻ M കൃഷ്ണൻ നായർ, AB രാജ്, JD തോട്ടാൻ എന്നിവർക്കൊപ്പം സഹസംവിധായകനായി 7 വർഷം പ്രവർത്തിച്ചു. സർഗം കലാമൂല്യവും ജനപ്രീതിയുമുള്ള ചിത്രത്തിനുള്ള 1992-ലെ ദേശീയ അവാർഡും
മികച്ച സംവിധായകനുള്ള അവാർഡ് ഉൾപ്പെടെ 3 സംസ്ഥാന പുരസ്കാരങ്ങളും സ്വന്തമാക്കി. പരിണയം 1995 സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ 4 ദേശീയ അവാർഡുകളും 4 സംസ്ഥാന അവാർഡുകളും നേടി. കേരള വർമ്മ പഴശ്ശിരാജ 2009 മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ 4 ദേശീയ അവാർഡുകളും മികച്ച സംവിധായകനുൾപ്പെടെയുള്ള 8 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കി. വയലിൻ വിദ്വാൻ TN കൃഷ്ണൻ അന്തരിച്ചു. പ്രമുഖ വയലിൻ വിദ്വാൻ പ്രൊഫസർ TN കൃഷ്ണൻ അന്തരിച്ചു. ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. ലാൽഗുഡി ജയരാമൻ, MS ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികളിൽ ഒരാളായി വിശേഷിക്കപ്പെടുന്നു. പത്മപ്രഭ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും ആയ ശ്രീകുമാരൻ തമ്പി അർഹനായി. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണം സാർത്ഥകമാക്കുന്ന സാന്നിധ്യമാണ് ശ്രീകുമാരൻ തമ്പിയുടേതെന്നും വ്യാപരിച്ച മേഖലകളിൽ എല്ലാം ഒരുപോലെ മാറ്റുതെളിയിച്ച ഈ പ്രതിഭാശാലി സാഹിത്യത്തിലും ചലച്ചിത്ര ലോകത്തും ഒരുപോലെ സംഭാവനകൾ നൽകി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13ാം സീസണിലെ 2ാം ക്വാളിഫയർ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ ഹൈദരാബാദിന് 6 വിക്കറ്റ് വിജയം. ഹൈദരാബാദ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് നേടിയാണ് വിജയിച്ചത്. ഇതോടെ മത്സരത്തിൽ നിന്നും ബാംഗ്ലൂർ പുറത്തായിരിക്കുകയാണ്. 2ാം ക്വാളിഫയർ മത്സരത്തിൽ ജയിച്ച ഹൈദരാബാദ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം 11ാം തീയതി നടക്കുന്ന ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ മർലോൺ സാമുവൽസ് വിരമിച്ചു. 2 വർഷമായി കളിക്കളത്തിൽ ഇല്ലാതിരുന്ന സാമുവൽസ് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. കളിമൺ കോർട്ടിലെ ഇതിഹാസ താരം റാഫേൽ നദാൽ ATP ടൂർ ലെവൽ മത്സരങ്ങളിൽ 1001 വിജയങ്ങൾ തികച്ച് ആധുനിക ടെന്നീസിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന 4ാമത്തെ പുരുഷ കളിക്കാരനായി. ഇനി സ്കൂൾ വാർത്തകളിലേക്ക്. കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഈ വർഷത്തെ മലയാള ദിനാഘോഷം ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി ഓൺലൈനായാണ് മത്സരം. വിശദവിവരങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് നിർവഹണം നവാസ് മന്നൻ, രചന ഹൃദിക് XD, ഏകോപനം രാജീവ് MK, ശബ്ദ സംശോധനം മിശ്രണം നമിത NC. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.